മലപ്പട്ടം ഇതാ പിടിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വ്യാജന്മാർ കണ്ണൂരിലും മലപ്പട്ടത്തും ഇറങ്ങിയല്ലോ. എന്നിട്ട് പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ട് എന്തേ മലപ്പട്ടത്ത് നോമിനേഷൻ കൊടുക്കാൻ ആളെ കിട്ടാതെ പോയി? വലിയ വെല്ലുവിളിയായിരുന്നല്ലോ മലപ്പട്ടത്ത് നടത്തിയത്. എന്തേ അവിടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി രണ്ടുപേരെ കിട്ടാതെ പോയത്? വെല്ലുവിളി നടത്തി പോയ പോക്കിന് അങ്ങോട്ടേക്ക് പോയാൽ മതിയോ? നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ആളെ നിശ്ചയിക്കണ്ടേ? എന്തേ കൊടുക്കാൻ കഴിയാതെ പോയത്? വെറുതെ ബടായി പറഞ്ഞിട്ട് കാര്യമില്ല. വെല്ലുവിളി നടത്തിയിട്ട് പോയിട്ടും കാര്യമില്ല. നോമിനേഷൻ കൊടുക്കാൻ ആളെ കണ്ടെത്തണം, പ്രപ്പോസ് ചെയ്യാനും ആളെ കണ്ടെത്തണം. ആളെ കണ്ടെത്തേണ്ട ചുമതല CPIMനല്ല, പ്രപ്പോസ് ചെയ്യാൻ. പക്ഷേ പത്തനംതിട്ടയിൽ നിന്ന് ആൾ വന്നാൽ ശരിയാവില്ല. പ്രപ്പോസ് ചെയ്യണമെങ്കിൽ അതാത് വാർഡിൽ നിന്നുള്ള ആളുകൾ തന്നെ പ്രപ്പോസ് ചെയ്യണം. ആ വാർഡിൽ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പത്തനംതിട്ടയിൽ നിന്ന് ആർക്കെങ്കിലും വന്നിട്ട് മത്സരിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ വെറുതെ വെല്ലുവിളി നടത്തിയിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ദൗർബല്യം, കോൺഗ്രസ്, നിങ്ങളുടെ ദൗർബല്യം, നിങ്ങളുടെ കഴിവില്ലായ്മ മറ്റുള്ളവരുടെ മേലെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ വഴിചാരിയിട്ട് കാര്യമില്ല. കണ്ണപുരത്തും രണ്ടുപേരുടെ നോമിനേഷൻ നിങ്ങൾ കൊടുത്തില്ലല്ലോ. ആന്തൂരിൽ എപ്പോൾ നോക്കിയാലും വലിയ പ്രചരണമാണ്. എന്താ പ്രചരണം? ആന്തൂരിൽ നോമിനേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തി ആളുകളെ പറഞ്ഞേക്കുകയാണ്. നിങ്ങൾ തന്നെ കൊടുത്തു, തട്ടിക്കൊണ്ടുപോയി. നിങ്ങളെല്ലാവരും വാർത്ത കൊടുത്തില്ലേ? ആരെയും തട്ടിക്കൊണ്ടുപോയി? തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കുന്ന സമയത്ത് തന്നെ ആ പറഞ്ഞയാള് നിങ്ങളുടെ മുമ്പിലൂടെ നേരെ പോയിട്ട് റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് നോമിനേഷൻ പിൻവലിക്കാനുള്ള ഫോറം കൊടുത്ത് ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് തന്നെ അവർ സംസാരിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് DCCയുടെ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ് ആന്തൂരിൽ തട്ടിക്കൊണ്ടുപോയി. അത് കേട്ടിട്ട് പോലീസുകാർ ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോയി നോക്കുകയാണ്. ഇപ്പോൾ വീട്ടിലാളുണ്ട്. അയാൾ പോലീസിനോട് നേരിട്ട് പറയാണ്, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയില്ല, ഞാൻ സ്വമേധയാ മത്സരിക്കേണ്ട എന്ന് വെച്ചു, അതുകൊണ്ട് പിൻവലിച്ചു. അതിന് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നോക്ക്, എന്തിനാണ് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആളെ കിട്ടാത്തതിന് CPIMനെ എന്തിനാണ് നിങ്ങൾ CPIMന്റെ മേലെ എന്തിനാണ് പഴിയാറുന്നത്? നിങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കേണ്ട പണി CPIMനില്ല. നിങ്ങൾ കാണില്ലെങ്കിൽ അതിന് ഉത്തരവാദി ഞങ്ങളല്ല. പക്ഷെ നിങ്ങൾ കാണില്ലാത്തതിന്റെ ദൗർബല്യം നിങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ മേലെ ഇട്ട്, ഞങ്ങൾ വലിയ കേമന്മാരാണ്, പക്ഷേ CPIMന്റെ ആളുകളൊന്ന് മീശ പിരിച്ചു കളഞ്ഞു, ഇപ്പുറത്ത് വേറെ ചില ആളുകൾ ചേർന്നിട്ട് കണ്ണു പിടിച്ചു കളഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചുകൊണ്ട് ഞങ്ങൾ നോമിനേഷൻ കൊടുത്തില്ല. എന്തൊരു അപമാനകരമായ ഡിഫൻസാണ് എൻ്റെ DCC പ്രസിഡന്റ്. ഇങ്ങനെ അപമാനകരമായി പറയാൻ പാടുണ്ടോ? ഇതേ നിങ്ങളല്ലേ 2 മാസം വന്നിട്ട് മുമ്പേ മലപ്പട്ടത്ത് വന്നിട്ട് വിറപ്പിച്ചു പോയത്. ഞങ്ങൾ മലപ്പട്ടം പിടിച്ചു കളയുമെന്ന് പറഞ്ഞ് പോയവർ നിങ്ങളല്ലേ. ഒരു ഭാഗത്ത് പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിക്കുക, മറുഭാഗത്ത് ഇരവാദം. ഈ രണ്ടും നടക്കൂ. ഒന്നുകിൽ നിങ്ങൾ മലപ്പട്ടം പിടിക്കാൻ വേണ്ടി പോവാണെന്ന് ശക്തമായിട്ട് പറയുക, ആന്തൂര് പിടിക്കാൻ വേണ്ടി പോവാണെന്ന് ശക്തമായിട്ട് പറയുക, അല്ലെങ്കിൽ ഇരവാദമായിട്ട് നടക്കുക. തരാതരം ഓരോന്നും പറയരുത് എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുക. 6 എണ്ണം നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എല്ലായിടത്തും ആളെ നോക്കി, ആളെ കിട്ടിയിട്ടില്ല. ഇപ്പൊ അവസാനം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആള്
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.